ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആഗതമാകുന്ന തിരുപ്പിറവിയുടെ മംഗളാശംസകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് സ്നേഹത്തോടുകൂടെ നേരുന്നു. തിരുപ്പിറവിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ലൂക്കാസ് വിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവസാന ഭാഗമാണ്. അവർക്ക് സ്ഥലം കിട്ടിയില്ല അവിടെ എന്നുള്ളതാണ്. സ്ഥലം എന്ന വാക്കിന് ഇടം എന്നുകൂടെ അർത്ഥമുണ്ട്. എല്ലാ ഇടങ്ങളും സ്വന്തമായിട്ടുള്ളവൻ ഒരിറ്റിടത്തിനു വേണ്ടി അവരന്റെ മുമ്പിൽ പോയി ഒരു യാചകനെ പോലെ കൈനീട്ടുന്ന അതിദയനീയമായ ഒരു കാഴ്ചയാണ് ആ നസ്രസിന്റെ തെരുവീഥിയിൽ ആ രാത്രിയിൽ കാണേണ്ടി വരുന്നത്. ഏതൊരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാനസിക വ്യഥ എന്ന് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത്. ഇടം എന്നതിന് 2 തരത്തിലുള്ള അർത്ഥങ്ങളെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ ഇടം എന്ന് പറയുന്നത് ഔദാര്യപൂർവ്വം വെച്ചു നീട്ടുന്നത്. രണ്ടാമത്തേത് ഇടമെന്ന് പറയുന്നത് ദയയോടുപോയി സങ്കടങ്ങളോടുകൂടെ കൈനീട്ടി യാചിക്കുന്ന സ്ഥലം. ഔദാര്യത്തോടുകൂടെ വച്ചു നീട്ടുമെന്ന് കരുതിക്കൊണ്ട് ഇടം അന്വേഷിച്ച് നടന്നവർക്ക് ഒരിടവും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു യാചക ഭാവത്തോടുകൂടെ യൂസേഫും മറിയവും കൂടെ തങ്ങളുടെ പൊന്നുപുത്രന് ജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം തരണമേ എന്ന് അന്വേഷിച്ച് നടക്കുന്ന അതിദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടെത്തുക. വെളിപാട് ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞാനിതാ വാതിൽക്കൽ മുട്ടുകയാണ്, ആരെങ്കിലും ഒരു ഇടം തരികയാണെങ്കിൽ, ഒന്ന് കയറി വരാനുള്ള ഇടം തരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരാം, ഞാൻ അവന്റെ കൂടെ വസിക്കാം എന്ന് പറയുന്ന തമ്പുരാൻ കർത്താവ്. എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ അവരുടെ ഉള്ള ഇടത്ത് താമസിക്കാനായിട്ട് തയ്യാറായ ഈശോയോട് ശിഷ്യന്മാര് പറഞ്ഞത്, നേരം വൈകുകയാ, ഉള്ള ഇടത്ത് നീ ഇവിടെ ഞങ്ങളുടെ കൂടെ തങ്ങിക്കോ. അത് പിന്നീട് പറഞ്ഞു വെച്ച ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പറഞ്ഞ കാര്യമാണ്. ഇടം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇടം കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ സത്രത്തിലുള്ള ഒരു താമസ സ്ഥലമല്ല, ദൈവത്തിന് വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടമാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൃഗങ്ങളോടല്ല ചോദിച്ചിരിക്കുന്നത്, മനുഷ്യനോടാ ചോദിച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ മകനുമായ ഒരു വ്യക്തി എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ എന്നോട് എന്റെ ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ ഹൃദയത്തിൽ എനിക്ക് പിറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിടം വേണം. ഇന്ന് ദൈവത്തിന് വന്ന് പിറക്കുന്നതിന് വേണ്ടി, ദൈവത്തിന് വന്ന് വസിക്കുന്നതിന് വേണ്ടി ഇടം കൊടുക്കാനായിട്ട് മനുഷ്യന് സാധിക്കാതെ പോകുന്നു. കാരണം ഈ ആധുനിക ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളും ഒക്കെ ആവശ്യത്തിലധികം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെതായി ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വന്ന് വസിക്കുന്നതിന് വേണ്ടി, വന്ന് പിറക്കുന്നതിന് വേണ്ടി ഒരു ഇടം കൊടുക്കാനായിട്ട് അവനിടമില്ല എന്നുള്ളതാണ്. ആ ഇടത്തിന് ഇവിടെ സൗകര്യം എന്നുള്ള മനസ്സെന്ന അർത്ഥവും കൂടിയുണ്ട്. ദൈവത്തിന് ഒഴികെ ബാക്കി എല്ലാത്തിനും വന്ന് വസിക്കാനായിട്ട്, വന്ന് പിറക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ അവന്റെ ശരീരത്തെയും ഹൃദയത്തെയും ഒക്കെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്തവരായ നമ്മളെ നോക്കിയിട്ട് കർത്താവ് തമ്പുരാന് പറയാനായിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ മണ്ണിലേക്ക് മനുഷ്യനായി നിന്റെ രൂപത്തിൽ നിന്നെപ്പോലെ തന്നെ അവതരിച്ചു വന്നിരിക്കുന്നത് ഹൃദയങ്ങളിൽ ഇടമുണ്ടോ എന്ന്, ദൈവത്തിന് ഇടമുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ എന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന എന്റെ തമ്പുരാന് എന്റെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ സൃഷ്ടാവിനോടുള്ള എന്റെ പ്രതിബദ്ധത എത്രമാത്രമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. പൂവിന്റെ അകത്ത് തേനിരിക്കുന്നത് കൊണ്ടാണ് വണ്ട് പൂവിനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്നത്. തേനില്ല എങ്കിൽ ഒരിക്കൽ പോലും ഒരു വണ്ടും
പൂവിലേക്ക് കടന്നു ചെല്ലുകയില്ല. നിറയെ തേനുള്ള ഒരു വ്യക്തിയാണ് എന്റെ ദൈവത്തിന് സ്നേഹത്തിന്റെ മധു നുകരുന്നതിന് വേണ്ടി, എന്റെ ദൈവത്തിന് ശുശ്രൂഷയുടെ മധു നുകരുന്നതിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ തേൻകൂടുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ആ ദൈവം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയമാകുന്ന ഇടം, സ്ഥലം നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഇല്ലാതെ തേനീച്ചയെ പോലെ തേൻ മുഴുവനും കൂട്ടിവെച്ചിട്ട് ഒരു തുള്ളി തേൻ പോലും നുകരാൻ കഴിയാതെ അത് അവരന്റെ അടുത്തേക്ക് ആ തേൻ മുഴുവനും പകർന്നു കൊടുത്തിട്ട് പറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചേരാതിരിക്കട്ടെ. ഉള്ളത് മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒന്നുപോലും അല്പം പോലും അനുഭവിക്കുവാൻ സാധിക്കാതെ ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ എന്റെ യേശുവിന് വന്ന് പിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമായിട്ട് എന്റെ ജീവിതത്തെ, എന്റെ ഹൃദയത്തെ, എന്റെ കുടുംബത്തെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ എന്നെ നോക്കിയിട്ട് കർത്താവ് പറയും, നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂട്ടിലേക്ക് ഞാനിതാ വന്നു പിറക്കുകയാണ്. അവിടെ നിന്റെ കുറവുകളുടെ, പോരായ്മകളുടെ പൊന്നും കുന്തിരിക്കവും വേറെയും കൊണ്ടുവന്ന് വെച്ച് നീ എന്നെ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് കണ്ടു നിന്നെ ഞാൻ ഒന്ന് അനുഗ്രഹിക്കുവാനായിട്ട് എന്റെ ഇളം കൈകളൊന്ന് നീട്ടട്ടെ. ഈശോയുടെ ഇളം കൈകൾ നീട്ടിക്കൊണ്ടുള്ള ആശീർവാദത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ശിരസ് നമിക്കാം. ഉണ്ണീശോ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.